KSEB ഉദ്യോഗസ്ഥരുടെ വാക്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 16 സെന്റ് സ്ഥലവും സകല കൃഷികളും സ്വപ്നം കണ്ടുകെട്ടിപ്പൊക്കിയ വീടും ജലം കവർന്നെടുക്കുന്നത് നോക്കി നിന്ന് കരയാൻ വിധിക്കപ്പെട്ട ആദിവാസി റാന്നി പെരുന്തേനരുവി നാറാണംമൂഴി ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ചെക്ക് ഡാം നിർമ്മാണത്തിനായി കുടിയിറക്കപ്പെട്ട സുലൈമാനും ഹൃദയ സംബന്ധമായ അസുഖത്താൽ വിഷമിക്കുന്ന ഭാര്യ സഫിയയും മക്കൾ അല്ലമീൻ, ഹന്ന ഫാത്തിമ, ഹനീന ഫാത്തിമ എന്നിവർ താൽക്കാലികമായി ലഭിച്ച വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പെരുന്തേനരുവി ചെക്ക് ഡാം വന്നതാണ് ഈ ജീവിത ദുരിതത്തിന് കാരണം എന്നാണ് സുലൈമാൻ പറയുന്നത്. സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. 15 വർഷമായിട്ട് ഇവിടെ ആയിരുന്നു എൻ്റെ വീട്. 15 വർഷമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുടുംബമായിട്ട് വളരെ സന്തോഷമായിട്ട് കൂടി ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഈ പെരുന്തേനരുവി ഒരു ചെക്ക് ഡാം വരുന്നത്. ചെക്ക് ഡാം വന്നതിന് ശേഷം അന്ന് ഇവിടുത്തെ KSEBയുടെ ഇതിലാണ് വന്നത്. അപ്പോൾ KSEBിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് അളക്കുകയും പിടിക്കുകയും ഇവിടെ എല്ലാം അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ഭാഗത്തെ വെള്ളം കയറത്തുള്ളൂ. അപ്പോൾ വീട് ഇവിടെ ആയിട്ടാണ്. അപ്പോൾ വീടിനൊരു 5 സുമാർ അകലെ മാത്രമേ വെള്ളം കയറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ വെള്ളം കയറിയാലോ എന്ന് പറഞ്ഞാൽ, അഥവാ അങ്ങനെ കയറുവാണെങ്കിൽ നഷ്ടപരിഹാരം തരാമെന്ന് അന്ന് വാക്കാൽ പറഞ്ഞേ ഉള്ളൂ. അന്ന് നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ, അത് ഒത്തിരി വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അങ്ങനെ ഏതായാലും കൊള്ളാം, ഡാം ഇവിടെ വന്നു. ഡാമിൻ്റെ പണി പൂർത്തീകരിച്ച് 2017 മുഖ്യമന്ത്രി സഹിതം വന്ന് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഉദ്ഘാടനം ചെയ്തതിൻ്റെ അന്ന് രാത്രി എൻ്റെ വീടിനകത്ത് വെള്ളം കയറി. അപ്പോൾ KSEBിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് എന്നെ ഇവിടുന്ന് ഞാൻ പോവുകയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അവർ 5-8 ഉദ്യോഗസ്ഥന്മാർ വന്ന് ജീപ്പയിൽ അത്യാവശ്യ സാധനങ്ങളും ഒക്കെ എടുത്ത് ഞങ്ങളിവിടുന്ന് മാറ്റി കൊല്ലമള എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഞങ്ങളെ അവിടുന്ന് വേറൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ച്. അങ്ങനെ ഏകദേശം അതിന് ഈ പിറ്റേ ദിവസം ഞങ്ങളെ ഇവിടുന്ന് മാറ്റിയതിൻ്റെ പിറ്റേ ദിവസമാണ് അതിനോട് അനുബന്ധിച്ചാണ് ഈ പ്രളയം കൂടെ ഉണ്ടാകുന്നത്, 18. അപ്പോൾ ഈ പ്രളയം ഉണ്ടായപ്പോഴത്തേന് അന്നേരം ഇവർ വന്ന്, അത് കഴിഞ്ഞ് കുറച്ച് ഈ 2017 വെള്ളം ഡാം നിറഞ്ഞു കഴിഞ്ഞ് വെള്ളം കയറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു. പിന്നെ ഈ 18 പ്രളയത്തിൻ്റെ സമയത്ത് ഇതുപോലെ വീണ്ടും വെള്ളം കയറി, വീടിന് മണ്ടേ വെള്ളം കയറി. അന്നേരം ആ സമയത്ത് ഉദ്യോഗസ്ഥന്മാർ വന്ന് തന്നെ ഇവിടുന്ന് മാറ്റി കഴിഞ്ഞേച്ച് അന്ന് രാത്രിയിൽ ഇതുപോലെ ഞാൻ വന്ന് അവിടെ ഇരുന്ന് ഞാൻ നോക്കിയിരിക്കുക, എന്തോ ചെയ്യാൻ പറ്റുന്നത്. വീടിന് മോളി വരെയായി വെള്ളം, ഉപ്പ് ചിരട്ട വരെ, അതുപോലുള്ള വീട്ടു സാധനങ്ങൾ കംപ്ലീറ്റ് ഞങ്ങൾ മേളിൽ പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ ഇത്രയും വെള്ളം കയറുകയല്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മേളിൽ ഇങ്ങനെ എല്ലാ സാധനങ്ങളും പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ വീട്ടു സാധനങ്ങൾ, ഞങ്ങളുടെ ഡ്രസ്സടക്കം, ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് ഒഴിച്ച് ഞങ്ങൾക്ക് ജീവന് ഒഴിച്ച് ബാക്കി ഒന്നും കിട്ടിയിട്ടില്ല. മൊത്തം പ്രളയം കൊണ്ടുപോയി. വന്ന് അടിച്ച് പറിച്ച് വീട്, ആ ഫോട്ടോയും ഡോക്യുമെൻറ്റ്സും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അന്ന് ഇവർ വന്നേച്ച് പിന്നെ എനിക്ക് ഇത് വസ്തുവും ഇതിന് നഷ്ടപരിഹാരം തരാമെന്നും പറഞ്ഞ് പോയതാണ്. അത് കഴിഞ്ഞ് 2017 തന്നെ പത്തനംതിട്ട ജില്ലാ ലീഗൽ അതോറിറ്റിയിൽ കേസ് ഫയൽ ചെയ്ത് അത് കേസ് നടന്ന് അവിടെ നിന്ന് തീർപ്പാകാതെ വന്നപ്പോഴത്തേന് പിന്നെ അത് വീണ്ടും ഹൈക്കോടതിയിലാണ് ഇപ്പോൾ നിലവിൽ കേസുള്ളത്. പക്ഷേ ഇതവരെ നഷ്ടപരിഹാരമോ അതിനെക്കുറിച്ച് യാതൊരു, ഈ കഴിഞ്ഞ അദാലത്തിലൊക്കെ ഞാൻ കൊടുത്തു തന്നിട്ട് അതിനൊരു തീരുമാനമായിട്ടില്ല. അപ്പം ഈ 2017 മുതൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ പുറകെ നടന്ന് സത്യം പറഞ്ഞാൽ മടുത്തൊരവസ്ഥയിലാണ്. ഇതേവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2-3 ചെറിയ മക്കളാണ്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. 16 സെൻറ്റ് സ്ഥലവും ഈ വീടും ഒക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇവിടെല്ലാം ഇതിനകത്തെല്ലാം കൃഷിയായിരുന്നു, അതെല്ലാം പോയി. വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണം ഈ പെരുന്തേനരുവി ഡാം വന്നതാണ്. കാരണം ഞാൻ ഇതിന് മുമ്പ് 15 വർഷം താമസിച്ചിട്ട് എൻ്റെ മുറ്റത്തോ അവിടെ അതിന് മുകളിലോട്ടോ വെള്ളം കയറി വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണിപ്പോൾ. ഗവൺമെൻറ് തനിക്കും കുടുംബത്തിനും അനുകൂല നടപടി സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ ആദിവാസി കുടുംബം.